അങ്ങനെ ഈവനിങ് ഇപ്പോൾ ഞങ്ങൾ നേരെ ചാർമിനാർ ഇറങ്ങി. ഹൈദരാബാദ് വന്നിട്ട് പിന്നെ ചാർമിനാർ പോയില്ലെന്ന് പറയുന്നത് മോശമാണ്. നമ്മൾ ഹൈദരാബാദ് എന്ന് പറയുമ്പോഴേ നമ്മൾ കേൾക്കുന്ന ഒരു മനസ്സിൽ ഓടി വന്നൊരു ചിത്രമാണ് നമ്മുടെ ചാർമിനാറിൻ്റെ. ഞങ്ങളങ്ങനെ ചാർമിനാർ വന്നിട്ട് നേരെ കാണുന്നത് ഫുള്ള് ഞാൻ കടകളാണ്. ഇവിടെ വന്നപ്പോഴേ എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു ഫോൺ സൂക്ഷിച്ചോണം, വീഡിയോ എടുക്കുന്നതൊക്കെ കൊള്ളാം, സൂക്ഷിച്ചും കണ്ടു വേണം എടുക്കാനെന്ന്. ഇത് നമ്മുടെ വൈഷ്ണവിൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ്. ഇവിടെ ഫുള്ള് പേളിൻ്റെ ഐറ്റംസ് വയ്ക്കുന്നത്. ഇവിടെ ഒറിജിനലാണെന്നോട് പറഞ്ഞ് അവർ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നമുക്ക് തരും. ഗേൾസിൻ്റെ മാല, ബ്രേസ്ലെറ്റ്, വള തുടങ്ങിയ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. റിങ്ങൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കാണുന്ന റേറ്റ് ഭയങ്കര ഹൈ ആണെന്ന് നമുക്ക് തോന്നുന്നത്. നമ്മൾ നോക്കുമ്പം റേറ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. പക്ഷേ അതായത് ഇട്ടേക്കുന്ന റേറ്റിൻ്റെ ഒരു 3/4 കുറച്ചിട്ട് കൊടുത്താൽ മതി. ഏകദേശം ആ ഒരു റേറ്റേ ആവുള്ളൂ. 3 വർഷത്തിന് ഗ്യാരണ്ടി ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഞാനപ്പം കോൺടാക്റ്റിംഗ് ഡീറ്റെയിൽസ് ആ കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്കാം. അങ്ങനെ വീട്ടിലേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നേരെ നമ്മൾ ചാർമിനാർ കാണാൻ വേണ്ടി ഇറങ്ങി. ശരിക്കും രാത്രിയാണ് ചാർമിനാർ കാണാൻ നല്ല ഭംഗി. രാവിലെ ഞങ്ങൾ പാസ് ചെയ്തപ്പം ഇത്രക്കൊരു ഭംഗി ഇല്ലായിരുന്നു. പക്ഷേ വൈകുന്നേരം ചാർമിനാർ കാണാൻ നമുക്ക് കിട്ടുന്ന ഒരു ഭംഗിയില്ല, ഒരു രക്ഷയില്ല. ലൈറ്റ് ഇടുമ്പോഴാണ് ചാർമിനാറിൻ്റെ കിഡിലെന്ന് ആ ഭംഗി കാണുന്നത്. ചാർമിനാർ വന്ന സ്ഥിതിക്ക് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ചിക്കൻ 65 കൊടുത്തൊരു ഐറ്റവും പിന്നെ ഒരു റൊട്ടിയായിട്ട് കഴിച്ചു, അത് കൊള്ളായിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആണ് മറ്റേ മൽബറി ഉള്ള ചാർമിനാറിൻ്റെ ഐറ്റം. ഫ്രഷ് ക്രീമിനകത്ത് മൽബറി ഇട്ട് തരുന്നത്. ശരിക്കും എനിക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതും കഴിച്ചു. മൽബറിയിൽ നിന്ന് ചീത്ത പറഞ്ഞിട്ട് നേരെ റൂമിലോട്ട്.